guys, this is me Sarah. This is me Michelle. Welcome back to Sarah and Michelle. അപ്പോൾ എല്ലാവർക്കും Happy Easter. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈസ്റ്ററിതായിട്ടുള്ള വീഡിയോ അല്ല. Guys, നമ്മുടെ ചാനലിന്റെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ഗൈസ് ഇത്. അതെ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രീം കേക്ക് ആണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു. അതെ, നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ ഒക്കെ കണ്ടു, അതിനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി. നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്നലെ മറ്റേ എന്താ പോയി വാങ്ങി. നമ്മളാണ് ഈ നാട്ടിലുള്ള എല്ലാ ബേക്കറിയിലും കയറി ഇന്നലെ. എന്നിട്ട് നമ്മള് അപ്പൊ ഇന്ന് ഓറിയോ മിൽക്ക് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഗൈസ് കുറച്ച് നോയ്സി ആയിരിക്കും, കാരണം ഇന്നിപ്പോ ഈസ്റ്ററിന്റെ ഡേ ആണെന്ന്. ലഞ്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഭയങ്കര തിരക്കൊക്കെയാണ്. നമുക്ക് കിച്ചണിൽ കുറച്ച് സ്ഥലം തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മള് കണ്ടോ, വാവ്, കുക്കറിന്റെ സൗണ്ട്, ആ സൗണ്ട്, ഈ സൗണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യം ഓറിയോയും പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ മിക്സിയിലിട്ട് അടിക്കണം. അപ്പോൾ ഓരോ ഞങ്ങൾ ചോക്ലേറ്റ് ഇതാ എടുക്കുന്നത്, അങ്ങനെയാണ് അവര് പറഞ്ഞത്. അപ്പൊ നമുക്കും അതിന് എടുക്കാം. അവര് എനിക്ക് തോന്നുന്നു 11 എണ്ണം എന്തോ എടുക്കുന്നുണ്ട്. നമുക്കും ഏകദേശം ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ആ ഓറിയോനകത്തോട്ട് 1/4 എന്താ സ്പൂൺ ഇതിട്ടേക്കണേ, എന്ത് ബേക്കിംഗ് സോഡ. ഗൈസ് ഇത് കറക്റ്റ് 1/2 ഹാഫ് കപ്പ്, 2 കപ്പും പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട്, അത്ര ഒന്നുമില്ല എന്നാലും നമുക്ക് ഒഴിക്കാം ഗൈസ്. നമുക്ക് ഈ പാലിന്റെ ഇത് നോക്കിയിട്ട് ഇനി നമുക്കിത് അടിക്കാം ഗൈസ്. ആണ് നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി. ഇത് നമ്മുടെ ബാറ്റർ ആണ് ഗൈസ്. അത് ഡ്രീം കേക്കിന്റെ ബാറ്റർ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഈ ഇതിനെന്താ പറയണേ എനിക്കറിഞ്ഞൂടാ, ഈ സംഭവത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കാണ്. സോറി, ഇത് നമുക്ക് ചെയ്യാം ഗൈസ്. ഇനി ആ ബാറ്റർ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോണേ. ഭംഗിയൊക്കെ ഉണ്ടത് വീഴണ കാണാൻ. ഗൈസ് നമുക്ക് ഇനി ഇതിന്റെ എയർ ബബിൾസ് കളയാം. അവര് കളയുന്നത് ഇങ്ങനെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടാണ്. അപ്പൊ നമുക്കും അതേപോലെ തന്നെ കളയാം. നമ്മളൊരു 10 minutes പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗൈസ്, മീഡിയം ഫ്ലെയിമിൽ. അങ്ങനെ 10 minutes ആയിട്ടില്ല, ഇനി 1 minute കൂടി എന്തോ ഉണ്ട്. ഇനി അതിന്റെ മുകളിലോട്ട് നമ്മൾ മറ്റേ ഷുഗർ സിറപ്പ് അല്ലല്ലോ, അങ്ങനെ എന്തൊരു സാധനം ഒഴിക്കൂലേ, അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ചെയ്യാം. 3 സ്പൂൺ പാല് വേണമെന്ന് പറയണത് നമ്മുടെ ക്വാണ്ടിറ്റി, കേക്കിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാ. ഞാൻ ഇതിന്റെ വലിയ സ്പൂൺ എടുത്തേക്കണം. ഡയറക്റ്റ് ഒഴിച്ചോ, കുഴപ്പമില്ല. 3 ടേബിൾ സ്പൂൺ പാലെന്നാ പറഞ്ഞത്. അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ഷുഗർ, ഐ തിങ്ക് കുറച്ചും കൂടി മിൽക്ക് ഓക്കെ ആയിരിക്കും. അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ഷുഗർ. ഗൈസ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ നമ്മുടെ കേക്കിന്റെ അവസ്ഥ ഇതാണ്. കുഴപ്പമില്ല ഗൈസ്. ശരിക്കും ഈ PVRലെ കാരമൽ ചോക്ലേറ്റിന്റെ മണം വരുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇനി ഗ്രീൻ സാധനം എടുത്ത നമ്മള് ഈ സംഭവം ഈ കേക്കിന് ഇപ്പുറത്തേക്ക് ആക്കാൻ പോണെയാണ്. നേരെ എടുക്കാൻ പറ്റില്ല. ഇല്ല നീ എന്നെ നെഗറ്റീവ് അടിക്കല്ലേ ബ്രോ. ഇല്ല, നമ്മള് കട്ട് ചെയ്യും. വലിയ കുഴപ്പമില്ല നമുക്കത്. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? കളഞ്ഞോ അത് താഴത്തോട്ട് പോകും. ഗൈസ്, ഇനി നമ്മള് കുറച്ച് നമ്മൾ നേരത്തെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും. ആണോ ഉണ്ടാക്കി വെച്ച സംഭവം, ആ ഒരു മിൽക്കും ഷുഗറും വെച്ചിട്ടുള്ളത് നമ്മള് സത്യം പറയാലോ ഇതിന്റെ ഉള്ളിലേക്ക് കരിഞ്ഞായി നമ്മളത് കട്ട് ചെയ്തു.
ഇത് നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാണ്. നമുക്ക് ഹോൾ ഇടേണ്ടി വന്നില്ല. ഹോൾ ആക്ച്വലി നമ്മൾ ഇടാം, പക്ഷെ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. പൂർവ്വം അങ്ങനെ ആക്കിയത്. അതെ, അങ്ങനെ വരാൻ വേണ്ടി ഹോൾ ഇട്ടിനി അതിന് സമയം കളയണ്ടല്ലോ. നമ്മൾ ആദ്യം ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യേണ്ടിയിരുന്നത്. ഗൈസ്, ഇനി 3/4 കപ്പിനകത്ത് പാല് വേണം. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ ഓൾറെഡി പാല് ചൂടാക്കിയ സംഭവം. അപ്പൊ ടോട്ടല് 3/4 ഗ്ലാസ് കപ്പ് അല്ല പാല്. പാല് ചൂടാവുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് അവര് പറയുന്നത് 2 ടേബിൾ സ്പൂൺ ഷുഗർ എന്നാ. അവര് പറയുന്നേക്കാൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരു 3 ഇടാം. മാത്രമല്ല ഈ സ്പൂൺ ചെറുതാ, കുറച്ചും കൂടി ഇട്ടെ. കുറച്ച് എന്തായാലും ഓറി ഇടല്ലോ. ഓറിയോ പീസ് ആയിട്ട് വേണം. ഇത് അങ്ങനത്തെ ഒരു ഇതായി. ഇനി അത് ആ ഒരു ഓറിയോക്ക് ഒന്ന് കിടന്നൊന്ന്. ഗൈസ്, ഇനി നമുക്ക് കുറച്ച് ഡയറി മിൽക്ക് അതിനകത്തോട്ട് ഇടാം. ഒന്നുമില്ല ഗൈസ്, ഇനി കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാണ് നമ്മള്. 1/4 ഫ്രഷ് ക്രീം. അയ്യോ, ഇത് കുറച്ച് മെൽറ്റ് ചെയ്യണമായിരുന്നാ? ഇല്ല, കുഴപ്പമില്ല. 1/4. ഉഫ്, എന്റെ കൈ വിറയ്ക്കണം. ഓക്കെ, ആഡ് ചെയ്തോ. നേരത്തെ ഞാൻ ഇട്ട ആ ഓറിയോട് അത്രയും വേണ്ട. ഗൈസ്, അത് തന്നെ. പക്ഷെ സാരമില്ല, നല്ല ചോക്ലേറ്റ് ആയിരിക്കട്ടെ. എന്തായാലും നമ്മുടെ ഐസ്ക്രീം വാനിലയാണ്, അപ്പൊ പിന്നെ ചോക്ലേറ്റോട് കഴിക്കാൻ സൂപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സംഭവം ഇതിലേക്ക് ഇടാം. ഇനി വിപ്പിംഗ് ക്രീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മള് ഇപ്പോ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യാം. ഇതിനകത്തോട്ട് 1/4 ക്രീം ആഡ് ചെയ്യണം. ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഇതിപ്പോ ഡബിൾ ബോയിലായി വന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ചോക്ലേറ്റ് തീർന്നു പോയി. ഇപ്പൊ മിച്ചും സ്റ്റീവും കൂടി ചോക്ലേറ്റ് വാങ്ങാൻ പോയേക്ക്. എനിക്കറിയാം ഈസ്റ്ററിന് എവിടെ നിന്ന് കിട്ടും എന്ന്. അപ്പൊ അത് വാങ്ങാൻ പോയേക്കാണ്. നമ്മളിവിടെ ഡബിൾ ബോയിൽ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിപ്പോ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഡയറി മിൽക്കും നമ്മൾ നേരത്തെ ചെയ്ത സംഭവം നമ്മളിപ്പോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. നമ്മളിപ്പോ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കണം. ഇനിയും ഇതിപ്പോ ചോക്ലേറ്റും ഡയറി മിൽക്കും വിപ്പിംഗ് ക്രീമും ആണ്. ഇനി നമുക്ക് ഡയറി മിൽക്ക് മാത്രം മെൽറ്റ് ചെയ്തിട്ട് ഡയറി മിൽക്ക് നല്ല ഒരു വാട്ടർ പോലെ ആവണം, നല്ല ലിക്വിഡ് കണ്ടീഷനിലാവണം. ഇത് ഡയറി മിൽക്ക് മാത്രം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. ഇതാണ് നമ്മുടെ ന്യൂ മെമ്പർ ചാർലി. ഒരു ഹായ് പറയോ. ബീഗിളാണ് ഇവൻ. ചോക്ലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൊക്കോ പൗഡർ എടുക്കുകയാണ്. കൊക്കോ പൗഡർ ഇട്ട് ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞ് ഇത് ഫ്രീസറിലും കൂടി വെച്ച് കഴിഞ്ഞാൽ ഓൾ സെറ്റ്.
നമ്മൾ ഇതിൻ്റെ സൈഡൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് അതിൻ്റെ ലെയർ നല്ല ഭംഗിയായിട്ട് കാണിക്കണ്ടേ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രീസ് ആയിട്ടുണ്ട്. ഓപ്പൺ ആക്കി ടെക്സ്ചർ ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? എനിക്കൊന്നും അടുക്കത്ത് സ്വീറ്റ് ഞാൻ കഴിച്ചു നോക്കട്ടെ. രണ്ടും ശരി. സൂപ്പർ ഗൈസ്. വെറുതെ പറയാനല്ല, ഐസ്ക്രീമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനും സൂപ്പറാണ്. വെറുതെ കഴിക്കാനും കഴിക്കാൻ വിച്ചു ഞാനും ഒരുമാതിരി ഈ ഒരു സെക്കൻഡ് ലെയർ ഇട്ടപ്പോ തന്നെ നമ്മള് പൊളിഞ്ഞ് ചീത്തായി. ഇനി കാര്യമില്ല. കേക്ക് ഒന്നാമത് അങ്ങനെ ബബിൾസ് പോലെ വന്ന കാരണം നമുക്ക് വലിയ എന്താ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സൂപ്പർ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. Don't forget to subscribe, like and share. Bye. Try ചെയ്തോളൂ. എല്ലാവരും ട്രൈ ചെയ്തോളൂ.